Hello guys, welcome back to my YouTube channel Ashworld. ചേച്ചി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഇന്നലെ നമ്മൾ ഗുരുവായൂർ പോവല്ലേ? ഇന്നലെ എൻ്റെ പ്രോഗ്രാം വൈഫിന്റെ പ്രോഗ്രാം കാണാൻ എക്സൈറ്റഡ് ആണ്. വളരെയധികം എക്സൈറ്റഡ് ആണ്. അവളുടെ പ്രോഗ്രാം എനിക്കെന്നും ഒരു അപ്പോൾ ഇന്നാണ് ചേച്ചിയുടെ ഡാൻസ് പ്രോഗ്രാം. ഞങ്ങൾ എല്ലാവരും കൂടി പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയായിരുന്നു, കാരണം ചേച്ചിക്ക് 11:30 ആകുമ്പോൾ മേക്കപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി. ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോകുന്നത്, എന്നാലേ എല്ലാവരുടെ തികയത്തുള്ളൂ. അച്ഛ ആദ്യമായിട്ട് എന്താ പരിപാടി കാണാൻ പോകുന്നത് ചേച്ചിയുടെ? അതോ പണ്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പൊ കാണാൻ എക്സൈറ്റഡ് ആണോ? ഇത് നങ്ങ്യാർകൂത്തല്ല, മോഹിനിയാട്ടം അല്ല, കാണാൻ എക്സൈറ്റഡ് ആണോ? പിന്നെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വിചാരിച്ച പോലെ ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ചേച്ചി മേക്കപ്പ് ചെയ്യുന്നതൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി, പക്ഷേ ഇടയ്ക്കൊക്കെ പോയുള്ളൂ. പിന്നെ ഞങ്ങൾ റൂം എടുത്തായിരുന്നു, അപ്പോൾ കിടന്ന് ഉറങ്ങി. അതുകൊണ്ടാണ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചേച്ചിക്ക് ഇതിൽ കയറാൻ വയ്യാന്നല്ലേ പറയണേ? ഏട്ടൻ അതിലാക്കി ചേച്ചിക്ക് കയറുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ വണ്ടിയിൽ സ്ഥാനം ഉറപ്പിച്ച് അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഒരു 3/4 മണിക്കൂറല്ല, 1 മണിക്കൂറോളം ഉണ്ടെന്ന് തോന്നുന്നു അവിടെ നിന്ന്. എനിക്ക് ഓർമ്മയൊന്നുമില്ല. പക്ഷെ അടുത്താട്ടോ, നമുക്ക് വലിയ ദൂരമൊന്നുമില്ല, പെട്ടെന്ന് എത്തും. പക്ഷെ നമ്മള് റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ടാ കഴിച്ചത്. വീടെത്താറായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൊള്ളത്തില്ലായിരിക്കും. എവിടുന്നോ ഇപ്പം ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടെന്നോ ഒരു ബിരിയാണി കഴിച്ചതിൻ്റെ കഥയാണ്. അതായത് അവിടെ റെയിൽവേ ഗേറ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ ബിരിയാണി കഴിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അവിടെ നിന്ന് അതെനിക്ക് ഓർമ്മയില്ല. എനിക്ക് അങ്ങനെയാണ്, എന്തോ റെയിൽവേ ഗേറ്റ് അടുത്തുണ്ടായിരുന്ന ഒരു ഓർമ്മയുള്ളൂ. നല്ല ബിരിയാണി, ആ കഥയാണ് പറഞ്ഞത്. അപ്പോൾ അവർ പറയണത് അവിടെ നിന്ന് ആയിരിക്കില്ല എന്ന്. നമ്മളാരും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പട്ടാമ്പിയിൽ തന്നെയുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നമ്മൾ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടി പോവാണ്. ഗൈസ്, വ്ലോഗാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയാണെങ്കിൽ തല പൊത്തി പിടിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മസാല ദോശ എല്ലാവരും കൊണ്ടുപോയി. അങ്ങനെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പുഴ പിന്നെ അമ്മ കുളമല്ല, പുഴ. ഇത് റോഡിന്റെ സൈഡിൽ ഇങ്ങനെ കണ്ടതാണ്. അപ്പൊ കുട്ടിക്ക് കാണാൻ വേണ്ടി ഒന്ന് സ്ലോ ആക്കിയതാണ് കാറ്. അപ്പൊ ഞാൻ എടുത്തതാണ് ഈ വീഡിയോ. അങ്ങനെ ഗുരുവായൂരെത്തി. ഒരു 11 മണിക്ക് മുന്നേ തന്നെ നമ്മൾ എത്തി കേട്ടോ. പിന്നെ ഞാൻ കാറിൽ കിടന്നൊന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇനി റൂമിൽ കിടന്ന് ഉറങ്ങാം. ഞങ്ങളാണ് ഇവിടെയാണ് റൂം എടുത്തത്. ഒരു 3 റൂം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നമുക്കൊന്ന് കിടക്കാനും പിന്നെ ചെയ്ത പ്രോഗ്രാമൊക്കെ കഴിയുമ്പോഴത്തേക്കും രാത്രിയൊക്കെ ആവുമല്ലോ, അങ്ങനെ അങ്ങ് എടുത്തതാണ്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ കറങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തൊക്കെ. അവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല, ഇങ്ങനെയൊക്കെ എടുത്തുള്ളൂ. പിന്നെ റൂമിലൊന്ന് നല്ലപോലെ കിടന്നുറങ്ങി. പിന്നെ ഞാൻ എഴുന്നേക്കുന്നത് ഉച്ചക്കെങ്ങാണ്ടാണ്. അപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ നേരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ അടുത്തല്ല, കുറച്ച് ദൂരെയാണ് പോയത്. അവിടെ ഞങ്ങൾ നോൺ വെജാണ് കഴിച്ചത്. പിന്നെ ഞങ്ങളാരും അമ്പലത്തിൽ കയറുന്നില്ലായിരുന്നു, കാരണം ഞങ്ങൾ അമ്പലത്തിൽ കയറാനായിട്ട് വന്നതല്ല, ഞങ്ങൾ ചെയ്ത പ്രോഗ്രാം കാണാൻ വന്നതാണ്. അതുകൊണ്ട് ആരും അമ്പലത്തിൽ കയറിയില്ല. അമ്മമാരൊക്കെ കയറിയായിരുന്നു, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അവർ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പോയിട്ടില്ല. ചേട്ടാ എന്ത് കഴിക്കുന്നേ? ബിരിയാണി ആണോ? ചേച്ചി എന്ത് കഴിക്കുന്നേ? എനിക്കും ബിരിയാണി. അങ്ങനെ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചേച്ചി മേക്കപ്പ് ചെയ്യുന്നിടത്തോട്ട് പോയി. അപ്പോഴത്തേക്കും ചേച്ചിയുടെ പകുതി മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചി ഇങ്ങനെ കാണുന്നത്. നല്ല രസമുണ്ട് ചേച്ചിയെ കാണാൻ. ഫുഡ് കഴിച്ചോ? ഗൈസ് ഞങ്ങളൊക്കെ റെഡിയായി പരിപാടിക്ക് പോകാൻ നിൽക്കുകയാണ്. അതൊരു
അടങ്ങിയിരിക്കും. അതൊരു 8:45 പരിപാടി. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും ഒരുങ്ങിയിട്ട് അവിടെ പോയി പിന്നെ കറങ്ങി നടക്കാനാണ്. ഇതെൻ്റെ അമ്മ തയ്ച്ച ഡ്രസ്സാണ് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്ക്, കണ്ടോ രണ്ടുപേരും അടിപൊളിയായിട്ട് നിൽക്കുന്നു. വാവ്, ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ തന്നെ. ചേച്ചിക്ക് നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു കൊച്ചു കുട്ടിയെ പോലെ. വല്യമ്മയാടാ. ഇപ്പൊ ചായ കുടിക്കാൻ വേണ്ടി വന്നാൽ ഇവിടെ ഒരു പഴയിടം രുചി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ചായ കുടിക്കാൻ വന്നേക്കുന്നത്. ചായ കുടിച്ചിട്ട് അങ്ങോട്ട് പോവല്ലേ. നിങ്ങൾ വിചാരിക്കും ഇത് ചായ കുടിക്കുന്നു, ശരിക്കും ഇത് ഫോട്ടോയ്ക്ക് വേണ്ടി ചായ കുടിക്കുവാണ്. നോക്കിക്കോ, ഞാൻ വേറെ കുറെ എടുത്തു ബാക്കിലോട്ട് നോക്കിക്കും. കാരണം ഞാൻ എടുക്കുന്ന സമയത്ത് രക്ഷിട്ട് ഒന്ന് കാണിച്ചായിരുന്നു ഫോട്ടോ ഇതിനകത്തോട്ട്. ഞാനാണെങ്കിൽ എടുത്ത ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ്റെ ഫോൺ അടിപൊളി ഫോണാണ്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ആ ഫോണിലാണ് ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ കറങ്ങി നടക്കുമായിരുന്നു. അവിടെ കുറേ കച്ചവടക്കാരുണ്ടല്ലോ, ഗുരുവായൂരല്ലേ. അപ്പോൾ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി, കൊച്ചുങ്ങൾക്കൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അവിടെ വീഡിയോ അങ്ങനെ അലോഡ് അല്ലല്ലോ. പിന്നെ ഞങ്ങൾ അടുത്ത പരിപാടി കാണാൻ വേണ്ടി അവിടെ തന്നെ വേറെ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ മേൽപ്പത്തൂർ ആഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. വേറെ പിള്ളേരെ പരിപാടി ഉണ്ടായിരുന്നു. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിയുമ്പോൾ ഉടനെ ചേച്ചിയുടെയൊക്കെ പരിപാടിയാണ്, അതിനാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പരിപാടി ഇതുവരായിട്ടും തുടങ്ങിയില്ല, ഇപ്പോൾ തുടങ്ങും. ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. എല്ലാവരും ഫ്രണ്ട് സീറ്റ് നോക്കി കയറിയിട്ടുണ്ട്. ഗൈസ്, ഞങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് വരുവാണ്. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അടിപൊളി. ചേച്ചി പറ. വെരി ഗുഡ്. കുറേ നാളുകൾ ചേച്ചിയല്ലേ കാണുന്നത്. അതെ, എങ്ങനെയുണ്ടായിരുന്നു അനിയത്തിയുടെ പരിപാടി? വളരെ നന്നായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റൂമിലെത്തി. അപ്പോഴത്തേക്കും 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ചേച്ചി മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല പോലൊക്കെ നേരം വൈകി, കാരണം അത്രയും സമയം എടുക്കുമല്ലോ എല്ലാം കഴിയാൻ വേണ്ടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഞാനൊന്നും എടുത്തില്ല. പിന്നെ വീടെത്തിയപ്പോഴത്തേക്ക് 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കാറിൽ കിടന്ന് എല്ലാവരും ഉറങ്ങി. വീഡിയോ ഇത്രയേ ഉള്ളൂ, എനിക്ക് പറ്റുന്ന പോലൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ. ടാറ്റാ.